രാത്രിയിലും കർത്താവുമായിട്ടുള്ളൊരു എൻകൗണ്ടർ അത് നമുക്കുണ്ടാകത്തക്കവണ്ണം ഒത്തിരി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ആഗ്രഹിക്കുന്ന ഏരിയയിലൊന്നും നമുക്ക് എത്താനൊന്നും കഴിഞ്ഞില്ലെങ്കിലും പരിശുദ്ധാത്മാവ് എങ്ങനെ നടത്തുന്നോ ആ നിലയിൽ മുന്നോട്ട് പോകാൻ ദൈവസന്നിധിയിൽ നമുക്ക് ഒത്തിരി കൊതിയോടെ ആഗ്രഹത്തോടെ ഒരു സന്ധ്യ കൂടെ കർത്താവിന്റെ പാദത്തിലായിരിക്കാം. പൗലോസ് രണ്ടാമത്തെ പ്രാർത്ഥന എഫെസ്യർക്കെഴുതിയ ലേഖനത്തിലെ രണ്ടാമത്തെ പ്രാർത്ഥനയിൽ നിന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ദിവസങ്ങളിലെല്ലാം എവിടെയെങ്കിലും ഒക്കെ തൊട്ട് ഒന്ന് പറയുവാൻ കർത്താവിൽ ആഗ്രഹിച്ച് ആമേൻ. 4 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അതൊന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ആമേൻ. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ആമേൻ. ക്രിസ്തു നമ്മളിൽ തന്റെ മഹത്വത്തിനനുസരിച്ച് വസിക്കണം. ആമേൻ. സ്നേഹത്തിന്റെ എല്ലാ പൂർണ്ണ അളവിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ദൈവത്തിന്റെ സകല നിറവോളം നമ്മൾ നിറഞ്ഞു വരണം. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഒടുവിൽ പറയുന്നത്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിയാൽ കഴിയുന്നവന് എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഈ 3-ാം അധ്യായത്തിൽ മറ്റൊരു കാര്യം കൂടെ ആത്മനിയോഗത്തിൽ ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് കടന്നു വരുവാനിടയായി. 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലാണ് നാം ആ ഭാഗം കാണുന്നത്. നമുക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ വചനമെടുത്ത ദൈവമക്കള് അതൊന്ന് വായിച്ച് നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കാം. ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ ഞാനതിലെ ഒരു വാക്ക് മാത്രമാണ് ഇന്ന് സന്ധ്യയിൽ ഒരു ആത്മനിയോഗത്തിൽ ഏതറ്റം വരെ നമുക്ക് ചെല്ലാൻ കഴിയുമോ ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥ എന്നാണ് ആമേൻ നമ്മുടെ മലയാള ബൈബിളിൽ കാണുന്നത്. പല തർജ്ജിമകളിലും സമാനമായി നമ്മൾ കാണുന്നത് ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്നാണ്. എന്നാൽ അതിന്റെ ഏറ്റവും നല്ല തർജ്ജിമ എന്ന് പറയുന്നത് ദ സ്റ്റുവർഡ്ഷിപ്പ് ഓഫ് ഗ്രേസ്, അഥവാ നമുക്ക് ലഭിച്ച ദൈവകൃപയുടെ ഗ്രഹവിചാരകത്വം. ഇത് രാത്രിയിൽ നമ്മുടെ മേലൊരു കൃപയുണ്ടെന്ന് നന്ദിയോടെ പാടി നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. പൗലോസ് പറഞ്ഞു, ഞാനായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ മാത്രം. മറ്റൊരിടത്ത് പൗലോസ് പറയുന്നത് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് we have access into the grace that we stand. നമ്മൾ നിൽക്കുന്ന ദൈവകൃപയിലേക്ക് നമുക്കൊരു പ്രവേശനം കിട്ടി. നമ്മള് കൃപ എന്നുള്ളത് ചെറിയ കാര്യമായിട്ടൊന്നും ഇന്ന് രാത്രി കരുതത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് നമ്മോടുള്ള വലിയ ഫേവർ കൃപ എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും പഴയ നിയമത്തിൽ ഒരു ഭാഗം ചിന്തിക്കുമ്പോഴാണ് ഫേവറിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫറവോൻ യോസഫിനോട് കൃപ തോന്നി. ഫറവോനോട് യോസഫിനോട് ഫേവർ തോന്നിയപ്പോൾ പുറത്തൊന്നും വരാൻ സാധ്യതയില്ലാത്തിടത്തുനിന്ന് ക്ഷണത്തിൽ ദൈവം ഉയർത്തിയിട്ട് ആമേൻ ഉയർത്തിയത്
അവിടുത്തെ പ്രസിഡന്റ് ഓഫീസറായിട്ടല്ല, ഉയർത്തിയത് ഫറവോന്റെ രണ്ടാമനായിട്ടാണ്. അപ്പോൾ ഫറവോന്റെ ഒരു കൃപ ലഭിച്ചാൽ യോസഫിന് ഒരു ഉയർച്ചയുണ്ടായെങ്കിൽ, ദൈവത്തിന്റെ ഒരു കൃപ ലഭിച്ചാൽ അത് നമ്മളെ ഉയർത്തുന്നത് സ്വർഗത്തോളം. 2-ാം അധ്യായത്തിലെ എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് നമുക്കറിയാം. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ കരുണാസമ്പന്നനായ ദൈവമോ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. വളരെ പ്രസിദ്ധനായ ചൈനീസ് തിയോളജിയൻ വാച്ച്മാൻ നീ, ഒക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. ചൈനയിലെ ഏറ്റവും വലിയ തിയോളജിയനായിരുന്നു വാച്ച്മാൻ നീ. വാച്ച്മാൻ നീയുടെ എഫെസ് ലേഖനത്തിന്റെ വളരെ പ്രസിദ്ധമായ വ്യാഖ്യാനത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് സിറ്റ്, വാക്ക് ആൻഡ് സ്റ്റാൻഡ്. ഈ 3 വാക്കുകളുടെ ചുറ്റുമാണ് വാച്ച്മാൻ നീ എഫെസ് ലേഖനത്തെ വിശദീകരിച്ചിരിക്കുന്നത്. അതിലാദ്യത്തേത് ഇരുന്നിട്ട് വേണമല്ലോ എഴുന്നേക്കാൻ. We are seated, not we will be seated. We were dead in trespasses and sin, but the God of mercy has resurrected us and seated us in the heavenly places. ഇതിനെ കൃപയെന്നല്ലാതെ എന്താ വിളിക്കാൻ കഴിയുന്നത്? അതിക്രമങ്ങളിലും ആർക്കും എഴുന്നേൽപ്പിക്കാൻ കഴിയാത്ത ശവക്കോട്ടയ്ക്കകത്ത് കിടന്ന നമ്മളെ ഒരു ക്രെയിൻ ഇറങ്ങി വരുന്നത് പോലെ അവിടെ എഴുതിയിരിക്കുന്നത് ഗോഡ് ഓഫ് മേഴ്സി, ദൈവത്തിന്റെ കരുണയ്ക്ക് പാത്രരാകാൻ ദൈവം നമുക്ക് തെരഞ്ഞെടുത്തല്ലോ. ആമേൻ. ദൈവത്തിന്റെ കരുണയെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് യെരമ്യാവൊക്കെ പറയുന്ന അവന്റെ ദയ, അവന്റെ കരുണ രാവിലെ തോറും പുതിയതാണ്. ഇന്നലത്തെ കരുണ കൊണ്ടല്ല നമ്മൾ ഇന്ന് വൈകിട്ട് ഇവിടെ വന്നത്. ഒരു ഫാക്ടറിയിൽ നിറങ്ങുന്ന ഒരു മോൾഡിനകത്തും നിറങ്ങുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു സിമിലാരിറ്റി ഉണ്ട്. അതിനൊരു വ്യത്യാസം പാടത്തിൽ ഒരു മോൾഡിനകത്തും നിറങ്ങുന്നത്. പക്ഷെ ദൈവത്തിന്റെ ദയ ഇന്നലത്തേത് പഴകിയതല്ല. ഇറ്റ്സ് നോട്ട് ദ ഓൾഡ് മെർസി, ഇറ്റ്സ് ന്യൂ എവറി മോർണിംഗ്. ഓരോ രാവിലെയും ആ കരുണ വലുതാണ്. എന്നിട്ട് ഒരു കാര്യം കൂടെ യെരമ്യാവ് പറഞ്ഞു, that's why the people of God you are not consumed. നിങ്ങൾ നശിച്ചു പോകാതെ ഇരിക്കുന്നത് അവന്റെ ദയ കൊണ്ടാണ്. നമുക്കൊന്നുകൂടെ പറയാം, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഇന്ന് സന്ധികൾ ഞങ്ങളോട് കരുണ തോന്നണം. കൃപയും കരുണയും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം പറയാം. കൃപയെന്ന് പറയുന്നത് അർഹതയില്ലാത്തടത്ത് ദൈവം ചൊരിയുന്ന ദൈവത്തിന്റെ വലിയ ഫേവറാണ് കൃപ എന്ന് പറയുന്നത്. പക്ഷെ കരുണയുടെ വ്യത്യാസം എന്ന് പറയുന്നത് അർഹിക്കുന്നത് നന്മയല്ല, ശിക്ഷ മാത്രം അർഹിച്ചിരിക്കുന്ന നമ്മുടെ മേൽ ദൈവം ആ ശിക്ഷയെ മാറ്റിമറിച്ചിട്ട് നമുക്ക് അർഹിക്കാത്ത നന്മകൾ തരുന്നതിനെയാണ് കരുണ എന്ന് പറയുന്നത്. We deserved punishment. We deserve God's wrath. ദൈവത്തിന്റെ ആ വലിയ ക്രോധം, ദൈവത്തിന്റെ ആ വലിയ ദയക്കുറവും ഒക്കെ തോന്നേണ്ട എന്റെ മേൽ ദൈവത്തിന്റെ ദയ തോന്നിയതിനാൽ ഈ മഹത്വം എന്നൊക്കെ പറയുന്നത് തേജസ് മാത്രമായിട്ട് കാണരുത്. മോശ സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, നിന്റെ തേജസ് എന്നെ കാണിക്കണമേ. God show me
യുവർ ഗ്ലോറി. യഹോവയായ ദൈവം പറഞ്ഞു, എന്റെ മഹത്വം കണ്ടിട്ട് ഒരുത്തനും ജീവനോടിരിക്കാൻ കഴിയത്തില്ല. പക്ഷെ നിന്റെ കൊതി ഞാൻ തീർക്കാം. ഒരു പാറയുടെ പിളർപ്പിൽ മോശയെ അകത്തോട്ട് ഇരുത്തിയിട്ട് ദൈവത്തിന്റെ തേജസ്സിന്റെ ഒരു ചെറിയ ഭാഗം ഹോരേബിലെ പാറയിലൂടെ കടന്നുപോയപ്പോൾ അതിന്റെ പിന്നിലൊരു ശബ്ദമുയർന്നു, യഹോവ കരുണയും യഹോവ കൃപയും നിറഞ്ഞവനാകുന്നു എന്ന് ഉയർത്തി പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അതാണ് ദൈവത്തിന്റെ മഹത്വം നമ്മളിലേക്ക് നേരിട്ട് കാണാനിടയാകും. എൻ്റെ ഫാദർ ഒരു പാസ്റ്ററായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. സ്തോത്രം. ഫാദർ പാസ്റ്ററായിരുന്നെങ്കിലും ഫാദർ ഈ ഭയങ്കര സൈക്കിളിന്റെ ഒരു ഭ്രമമുള്ള ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാനീ പറയുന്ന സ്റ്റോറി ഒരു 60 വർഷം മുമ്പാണ്. അന്ന് കേരളത്തിലെ ബെൻസ് ആയിരുന്നല്ലോ, ഹെർക്കുലീസ് സൈക്കിളും റാലി സൈക്കിളും ഒക്കെ അന്ന് കേരളത്തിലെ ബെൻസാണ്. എൻ്റെ ഫാദറിന് ഈ സൈക്കിൾ എന്ന് പറയുന്നത് പിന്നീടാണ് വേറെ വാഹനം വരുന്നത്. സൈക്കിള് ഭയങ്കര ക്രേസാണ്. അതും ഒരു 2 വർഷം കഴിയുമ്പോൾ പഴയ റാലി സൈക്കിൾ വിട്ടിട്ട് എൻ്റെ ഫാദർ പുതിയ സൈക്കിൾ വാങ്ങിച്ചു. അങ്ങനെ ഒരു പുതിയ സൈക്കിൾ എൻ്റെ ഫാദർ വാങ്ങിച്ചു, നല്ല റാലി സൈക്കിൾ വാങ്ങിച്ചു. അപ്പൊ ഞാൻ ഈ സൈക്കിൾ പഠിച്ച സമയമാണ്. ഈ സൈക്കിൾ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ആണുങ്ങൾക്കും സൈക്കിൾ ഓടിച്ചിട്ടുള്ള സഹോദരിമാർക്കും അറിയാം, സൈക്കിൾ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഏത് സൈക്കിൾ കണ്ടാലും ഓടിക്കണം. അത് പുതിയ റാലിയാണെങ്കിലും കൊള്ളാം, അത് 80 കൊല്ലം പഴക്കമാണെങ്കിലും കൊള്ളാം. അപ്പൊ അങ്ങനെ ഒരു ദിവസം എൻ്റെ ഫാദർ എവിടെ പോകാൻ നേരം എൻ്റെ അമ്മയോട് പതുക്കെ പറയുന്നതുകൊണ്ട് ഞാൻ താക്കോൽ അവിടെ വെച്ചിട്ടുണ്ട്, അവൻ ഈ സൈക്കിൾ എടുക്കാൻ സമ്മതിക്കരുത്. ഞാൻ കൃത്യമായ സ്ഥലം ഫാദർ പോയ ശേഷം കണ്ടുപിടിച്ച് താക്കോലും എടുത്ത് എൻ്റെ 12ാം വയസ്സിലെ ഹീറോയിസമായിരുന്നു പുത്തൻ റാലി സൈക്കിളുമായിട്ട് കൂടെ പഠിക്കുന്ന പിള്ളേരുടെ മുമ്പിൽ കൂടെ ആ സൈക്കിളിൽ, അതാണല്ലോ അന്നത്തെ ഹീറോയിസം, പ്രത്യേകിച്ച് ക്ലാസ് മിക്സഡ് ക്ലാസ് ആയിരുന്നു. അപ്പൊ ഹീറോയിസം ക്ലാസ്സിൽ പഠിക്കുന്ന മിക്സഡ് ക്ലാസ്സിലെ കുട്ടികളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. ഭ്രാന്ത് കയറിയിട്ട് ഒരു വലിയ കുത്തനെയുള്ളതിന്റെ മണ്ടയ്ക്കോട്ട് കയറിയിട്ട് അതുവരെ ഹീറോയിസം ഉണ്ടാക്കും. പക്ഷെ തിരിച്ചിറങ്ങുമ്പോഴാണ് കൈവിട്ടു പോയത്. പണ്ട് കൈവിട്ടു പോയി. എവിടെയോ ചെന്ന് ഞാനും വീണു, സൈക്കിളും വീണു. നാട്ടുകാരെല്ലാം കൂടെ ഓടി എടുത്തു, എന്നെ പൊക്കിയെടുത്തു. അവിടെ ഇവിടെ എല്ലാം ചോരി ഒലിക്കുന്നുണ്ട്. എടുത്തോണ്ട് വന്ന കൂട്ടത്തിൽ ഞാൻ വീണ സൈക്കിളും എടുത്തോണ്ട് അതിൽ ഒരാൾ വന്നു. ഞാൻ നോക്കിയപ്പോ അതിന്റെ ഹാൻഡില് ഇടത്തോട്ട് നിൽക്കുന്നു. ഡൈനാമോ പൊട്ടിപ്പോയി. ബ്രേക്ക് പുതിയ റാലി സൈക്കിൾ, അന്ന് വിലയുള്ള ഇംഗ്ലണ്ടിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന റാലി സൈക്കിളിന്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഈ സാധനം ഇനി ഉപയോഗിക്കണമെങ്കിൽ ഇന്ന് ആ ടോട്ടൽ ലോസ് എന്നുള്ള വാക്കൊക്കെ വന്നത്, അത് ഓൾമോസ്റ്റ് ടോട്ടൽ ലോസ് ആയി. എൻ്റെ അമ്മ എന്നെ കണ്ടപ്പോ എൻ്റെ കാലും കൈയും ചോര ഒഴുകുന്നല്ല കണ്ടത്. ഇവിടെ അപ്പച്ചൻ വരുമ്പോ എന്തു ഭരിക്കൂടാ. സ്വത്രം പുള്ളി കാണത്തക്ക നിലയിൽ തന്നെ സൈക്കിൾ അമ്മമാരോടെ കൊണ്ടുവച്ചു. 3 മണിയായപ്പോൾ വരുന്ന ബസ്സിന്റെ ശബ്ദം ഞാൻ കേട്ടു. അപ്പൊ എന്റെ കാലിന് വേദനയുണ്ട്, ഒടിഞ്ഞും ചതവൊന്നുമില്ല, ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ അങ്ങനെ കാര്യമായിട്ട് അടുത്ത് വരുന്നില്ല. കാരണം വന്നു കഴിഞ്ഞാൽ പാസ്റ്ററൊക്കെ ആണെങ്കിലും സൈക്കിളിനോടുള്ള സ്നേഹം അറിയാവുന്നതുകൊണ്ട് അമ്മ ഇച്ചിരി ബുദ്ധിമുട്ടിയൊക്കെ ആയിരുന്നു. അവിടെ വീടിന്റെ വാതിക്കൽ ഫാദർ വന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. തല്ല്, അടി, എന്ത് സംഭവിക്കാം. ഒരു 12 വയസ്സിന്റെ എല്ലാ സങ്കടത്തോടും കൂടി. അപ്പൊ അമ്മ വന്നപ്പോഴേ പറഞ്ഞു, അന്ന് എൻ്റെ അമ്മ വിളിച്ചുകൊണ്ടിരുന്നത് വലിയ സ്നേഹം കൂടുമ്പോ കേട്ടോന്നായിരുന്നു. വേറെ വലിയ സ്നേഹം കൂടുന്ന സമയത്ത് കേട്ടോ. കയറി വന്നപ്പോഴേ പറഞ്ഞു, സൈക്കിള് കണ്ടോണ്ടാ കയറി വരുന്നേ, കേട്ടോ, മനസ്സിലായി. അവൻ എന്തിയെ ഇത്ര ദേഷ്യത്തിലാണ്. ഈ ശബ്ദമൊക്കെ എനിക്ക് മുറിക്കാൻ തരുന്നില്ല. ഞാൻ കണ്ണ് മടച്ച് വടി വെട്ടുന്നതും കാത്തിരിക്കുക. പക്ഷെ പോച്ചയുടെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ കട്ടിലിന്റെ അരികിലോട്ട് ആചാരബാഹുവായ ഒരാൾ വന്നിരിക്കുന്നു.
എൻ്റെ മുറിവുള്ള കയ്യേലോട്ട് പിടിച്ചിട്ട് നിനക്കൊത്തിരി വേദനിച്ചില്ലയോടാ? ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു മോഹമുണ്ടോ? ഞാൻ കരുതിയിരുന്നത് ഗൗരവക്കാരനായ സൈക്കിളിനെ എന്നേക്കാൾ സ്നേഹിച്ചിരുന്ന ഒരാളായിട്ടാണ് അതുവരെ ഞാൻ ധരിച്ചിരുന്നത്. അടുത്ത വാചകം, സൈക്കിള് പോന്നെ പോട്ടടാ. ഇതിനെ എന്തെന്നാ വിളിക്കേണ്ടത്? അപ്പൻ. അമ്മയ്ക്കല്ല, അപ്പന് മക്കളോട് കരുണ തോന്നുന്നപ്പോൾ. ആമേൻ. പൗലോസ് എഴുതുക, നിങ്ങളെ ശവക്കുഴിക്കകത്ത് കിടന്നവനാ, എഴുന്നേക്കാൻ ഒരു സാധ്യതയുമില്ല. ആ കുഴിക്കകത്ത് കിടന്നവനാണ് റോമൻ സീസർ. അവനെ ഞാൻ മൈൻഡ് ചെയ്തില്ല. ആ കുഴിക്കകത്ത് കിടന്നവനാണ് ഹെരോദ് ദ ഗ്രേറ്റ്. എനിക്കവനെ വിഷയമല്ല. പക്ഷെ എഫെസോസിലെ സഹോദരി സഹോദരന്മാരെ, ആമേൻ, ഡയാനയുടെ പിടിക്കകത്ത്, അർത്തമീസിന്റെ പിടിക്കകത്ത്, നരകത്തിനകത്ത് കിടന്ന നിങ്ങളെ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ ജീവൻ നൽകുക മാത്രമല്ല, അവിടുന്ന് എഴുന്നേൽപ്പിച്ചത് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. ആമേൻ. ഇതാണ് ഏറ്റവും വലിയ കൃപ. ആമേൻ. നമുക്കൊക്കെ തകർന്നു പോകാമായിരുന്ന സാധ്യതകൾ അസ്തമിച്ച ഇടത്തു കരുണയുള്ള കർത്താവ് നമ്മുടെ വീട്ടിൽ ഇറങ്ങി വന്നു. എത്ര പേര് നമ്മുടെ വീട്ടിലുണ്ട്? ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ നമ്മളെക്കാൾ ഇലക്കൻ്റായ മിടുക്കന്മാരായ പിള്ളേർ നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചവരുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അതിനകത്തൊന്ന് പോക്കിയെടുത്ത് ഇന്ന് നമ്മളെ സ്വർഗത്തിൽ കൃപയാ ഇരുത്തിയിരിക്കുന്ന ആ മഹാസ്നേഹത്തെ ഒന്ന് അവൻ മറ്റൊന്നും ഓർത്തില്ലെങ്കിലും ആമേൻ, കർത്താവിനോടുള്ള ആ സ്നേഹം കുറയാത്ത ദൈവമക്കള്, അതിന്റെ ആ മഹത്വം അറിഞ്ഞ ദൈവമക്കള് ആ വിശുദ്ധ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ കരം ഉയർത്തിക്കൊണ്ടുവന്ന് കർത്താവിനൊരു നന്ദി പറ. സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട ദൈവമക്കള് ചില മിനിറ്റുകളൊന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആ സ്നേഹത്തിന്റെ ആഴമെന്നോർത്ത് ദൈവത്തെ സ്തുതിക്കണം. കണ്ണ് നിറയാതെ ഇതിനകത്ത് ഇവിടെ ഇരിക്കാൻ കഴിയത്തില്ല. എന്നോട് ആ സ്നേഹം, ആ ലാവിഷായിട്ടുള്ള സ്നേഹം എന്റെ മേൽ തന്ന കൃപയ്ക്ക് 2 മിനിറ്റ് നാൽപ്പാർക്കും ആരാധിച്ച് ഈ ആരാധനയ്ക്ക് നിർബന്ധിക്കുന്നത് എന്റെ ഒരു ശബ്ദമല്ല. കർത്താവിന്റെ സ്നേഹം ചില മിനിറ്റുകൾ സ്നേഹത്തിനായിട്ടൊന്ന് നന്ദി പറഞ്ഞ് 2-3 മിനിറ്റ് ഒന്ന് കരമടിച്ച് ആരാധിച്ചു. പഴയ നിയമക്കാരെ വിളിച്ചു പറഞ്ഞ ശബ്ദം കേട്ടോ, ഞാനോ നിന്റെ കൃപയുടെ നിന്റെ കൃപയുടെ. ഇത് പറഞ്ഞത് ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റ് കിങ് ആണ് പറഞ്ഞത്. ഞാനോ നിന്റെ കൃപയുടെ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ മുറിക്കകത്ത് കൃപയുടെ അടുത്ത ലെവല് പ്രാപിച്ച ദൈവമക്കൾക്ക് പറയാൻ കഴിയുന്നത് നിന്റെ കൃപയുടെ the multitude of your grace. ഒന്ന് പറഞ്ഞ് ഇന്ന് ബ്രീത്ത് ചെയ്യാൻ തന്ന ദൈവത്തിന്റെ കൃപ. നിങ്ങൾ പലരും മെഡിക്കൽ പ്രൊഫഷനിലുള്ളതാണല്ലോ. ഒന്ന് ശ്വാസമെടുക്കാൻ പേടാപ്പാട് വിടുന്നവരെ കണ്ട് നമ്മൾ എത്ര സമയം വിഷമിച്ചിട്ടുണ്ട്. ഇവിടെ ട്യൂബ്, അവിടെ ട്യൂബ്. ആകെ 8 വയസ്സുള്ള കുഞ്ഞിന്റെ മേൽ 80 ട്യൂബും കൊണ്ട് കിടത്തി അവന്റെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യുന്നത് മുഴുവൻ കൊടുക്കുന്നത് കാണുമ്പോൾ കൈവക്കാൻ തന്ന കൃപയ്ക്ക്
ഇന്ന് രാത്രി വാട്ട് വി ഡോണ്ട് ഹാവ് അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. കിട്ടിയ നന്മയ്ക്കൊക്കെ എത്ര സ്വതന്ത്രം പറയണം. ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ വന്ന് അമ്മ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന PhD ഒക്കെ ഉണ്ടല്ലോ, അത് യൂണിവേഴ്സിറ്റി PhD അല്ല. സ്വത്രം നമുക്ക് കിട്ടുന്ന അത്യാവശ്യം രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ്. നമുക്കുള്ളതായ പ്രശ്നങ്ങൾ, പ്രഷറും അതിൻ്റെ ഇപ്പുറത്തുള്ള സാധനങ്ങളും എല്ലാം കൂടെ വന്ന് അതിനകത്ത് ആമേൻ ദൈവകൃപയിൽ കൊണ്ടുവന്നവരാ. എനിക്കൊരാനന്ദം പറയാം, നീ വരുന്നത് വരെ പന്തി ആരംഭിക്കത്തില്ലെന്ന് പറഞ്ഞ് ആടിനെ തീറ്റിയവൻ വരുന്നത് വരെ കാത്തിരിക്കാൻ അവൻ ഒരു പ്രവാചകന് നിയോഗം കൊടുത്തു. വിശിയായ പ്രവാചകന്റെ മേൽ ആ കൃപയുടെ ബഹുത്വത്താൽ ഇന്ന് രാത്രിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ കൃപയ്ക്കായി ഒരിക്കലൂടെ ദൈവത്തിന് മഹത്വപ്പെടുക. പക്ഷെ ഇന്ന് രാത്രിയിൽ ആ കൃപയൊക്കെ ഓർക്കുന്ന സമയത്ത് ഈ ശുശ്രൂഷയിൽ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്, നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ ദാനത്തിന്റെ അളവിനൊത്ത് ദൈവം കൃപ തന്നിട്ടുണ്ട്. വാക്യം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലാണ്. എന്നാൽ അതിന്റെ താഴെ 5-fold മിനിസ്ട്രീസും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പ്രധാനമായിട്ടും കൈമാറാൻ ആത്മാവിൽ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയത്, ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും every one of us, നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ ദാനത്തിനനുസരിച്ച് കൃപ തന്നിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരാമേൻ കേൾക്കട്ടെ. പക്ഷേ ഇന്ന് ലീഡ് ചെയ്യാൻ എന്നെ വിളിച്ചില്ലല്ലോ. സ്തോത്രം. ഇരുന്നുകൊണ്ട് സ്തോത്രം പറയാനായി ഇന്നത്തെ കൃപ. ഇന്നത്തെ യോഗത്തിന് സനിപാസ്റ്റർ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചില്ലല്ലോ. പ്രസംഗിക്കുന്നവന് വാക്യം വായിച്ചു കൊടുക്കാനാണ് എന്റെ കൃപ. സ്തോത്രം, സ്തോത്രം. എല്ലാവരും സ്തോത്രം പറയാതിരിക്കുമ്പോൾ ആ യോഗത്തിന്റെ അന്തരീക്ഷം മാറ്റാൻ കഴിയുന്ന ഒരു 4 ശബ്ദം ഉയർത്തുന്നതാണ് ഇന്ന് നമ്മുടെ മേൽ ദൈവത്തിന്റെ കൃപ. A measure of grace. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ ഒരു ദാനത്തിന്റെ അളവിനനുസരിച്ചൊരു കൃപ. സ്തോത്രം, സ്തോത്രം. ആ ചെറിയ കൃപയിൽ നമ്മള് വിശ്വസ്തരായിരുന്നാൽ ആമേൻ അധികത്തിൽ നമ്മളെ വിചാരകരാക്കും. ആമേൻ. ഇന്ന് രാത്രി ശുശ്രൂഷയിൽ ഒരു കൃപയെങ്കിലും ഇല്ലാത്ത ഒരാൾ പോലുമില്ല. ആമേൻ. നമ്മളിവിടെ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നതൊന്നും അല്ല കൃപ. സ്തോത്രം, സ്തോത്രം. നമ്മൾ കാണാത്ത എത്രയോ കൃപകൾ നമ്മുടെ മേൽ കർത്താവ് കൈമാറിയിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. ഒരു വാക്കുകൊണ്ട് അനേകരെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവകൃപ നിങ്ങളുടെ മേലുണ്ട്. ആമേൻ. ഇന്ന് രാത്രി അത് ഓരോരുത്തരും ഓർത്തോണം. ദൈവത്തിന്റെ ദാനത്തിന്റെ ഒരളവിന്റെ കൃപ. ഹല്ലേലൂയ. The dispensation of grace. ദൈവത്തിന്റെ കൃപയുടെ ദാനത്തിന്റെ ഒരളവ്. അല്ലെങ്കിൽ ഇന്നിവിടെ നിൽക്കത്തില്ലായിരുന്നു. എവിടെയോ തളർന്ന്, ആമേൻ, എവിടെയോ മനുഷ്യന്റെ 4 പേരുടെ സഹായത്തോടെ നിൽക്കേണ്ട ആള് ഇന്ന് രാത്രി ഇവിടെ നിന്ന് വചനം തുറന്ന് ആമേൻ പ്രിയപ്പെട്ടതിനെ യാഗപീഠത്തിൽ കൊടുക്കണമെന്ന് ആത്മാവിൽ ദൈവസഭയോട് ദൂത് കൈമാറിയത് ദൈവത്തിന്റെ കൃപയുടെ ഒരളവ് കിട്ടിയത് കൊണ്ടാണ്. തോമച്ചായ കൃപ കിട്ടിയത് കൃപ കിട്ടിയോണ്ട് വലിപ്പമല്ല. അങ്ങനെ ചിന്തിച്ചിരിക്കുന്നു ആരുമില്ലല്ലോ ഇവിടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളുടെ ഒരു കൂട്ടമാണ്. അങ്ങനല്ലേ ചേച്ചി ബ്രദറെ? ഒരു കൃപ കിട്ടിയോന്റെ അവനൊന്നുമില്ല.
അതുകൊണ്ട് ദൈവസന്നിധി വരുമ്പോഴ് നമ്മൾ ഇച്ചിരി താഴെ നിന്നോണ്ട് പറയുന്നത്, ഈ പന്തിയിൽ ഇരിക്കാൻ തന്നെ കൃപ ലഭിച്ചു. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ തേജസ്സിന്റെ കർത്താവിനെ അറിഞ്ഞില്ല. That's a revelation knowledge. അത് ബുക്കിഷ് അറിവല്ല. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാര് എന്നെ ചെന്ന് പൗലോസ് എന്ന് പറയുമ്പോൾ ഒന്നാമത് തന്റെ മനസ്സിൽ വരുന്ന ഗമാലിയേൽ. കാരണം തന്നെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച ചീഫ് അധ്യാപകനായിരുന്നു ഗമാലിയേൽ. ആ കാലഘട്ടത്തിലെ ജൂയിഷ് സ്കൂളുകളിലെ ഏറ്റവും ലിബറൽ റബി ആയിരുന്നു. വളരെ ഓർത്തഡോക്സ് അല്ല, കാലഘട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ റബി. എന്തൊരു പദവിയായി ചെറുപ്പക്കാരൻ കിട്ടിയത്. അവൻ തർശൂസിൽ നിന്ന് ഗമാലിയേലിന്റെ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കാൻ വരാൻ സാധ്യത കിട്ടിയ ഒരു മനുഷ്യനാണ്. അവിടെ നിന്നുകൊണ്ട് എബ്രായ ഭാഷ പഠിച്ചു. പഴയ നിയമത്തിലെ അവൻ താർക്കിക വിഷയങ്ങൾ പഠിച്ചു. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ താൻ ചോദിക്കുന്നത്, ഈ ലോകത്തിലെ തർക്കമുള്ളവൻ എന്റെ അടുക്ക വാ. താർക്കികൻ എവിടെ? വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചു. ഈ മനുഷ്യൻ, അവൻ ഇത്തരം ഒരു മനുഷ്യൻ ഗമാലിയേലിന്റെ ഓൾഡ് ടെസ്റ്റമെന്റിലെ എക്സ്പോസിഷൻ കേട്ട് ക്ലാസ്സിൽ ഇരുന്ന് അന്തപ്പെട്ട മനുഷ്യന് അവൻ പിന്നീട് മനസ്സിലായി ഗമാലിയേലിന് മറച്ചു വെച്ച വെളിപ്പാട് ദമസ്കോസിന്റെ പടിവാതിൽക്ക് താഴെ കിടക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ്. അതുകൊണ്ടാണ് സ്വോത്രം കിട്ടാൻ പറയാൻ എപ്പോ അവസരം കിട്ടിയാലും പൗലോസ് സ്വോത്രം പറയും, ഹല്ലേലൂയ പറയാം. എത്ര പറഞ്ഞാലും ഹല്ലേലൂയ പറയും. പൗലോസ് ലേഖനമൊക്കെ എടുത്ത് സ്വോത്രം ചെയ്യുന്നു എന്ന് എഴുതി വെച്ചെടുത്തൊക്കെ നിങ്ങളൊന്ന് വരച്ചു നോക്ക്. തിയോളജി പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ ലോകത്തിന്റെ പ്രഭുവായിരുന്നു ഗമാലിയേൽ. സ്വോത്രം. തന്റെ കയ്യിൽ ഒരു അധികാരപത്രം ഉണ്ടായിരുന്നല്ലോ. അവൻ ആ കാലഘട്ടത്തിലെ യഹൂദന്മാരിൽ ഏറ്റവും അധികാരമുള്ള മഹാ പുരോഹിതന്റെ അധികാരപത്രം. സ്വതന്ത്രം. അവനും ദൈവം മറച്ചു വെച്ചു. അവൻ താൻ ഒരിക്കൽ നിന്ന് പ്രസംഗിച്ച പ്രസംഗമലയുടെ മേളിൽ നിന്ന് പ്രസംഗിച്ച ഫിലോസഫർമാർക്ക് മറച്ചു വെച്ചു. ഈ ലോകത്തിലെ പ്രഭുക്കന്മാർക്ക് മറച്ചു വെച്ചത് കൊരിന്ത്യർ സഭയോട് പറയുകയാണ്. സ്വതന്ത്രം. ആ തേജസ്സിന്റെ കർത്താവിനെ നമുക്ക് വെളിപ്പെടുത്തി. കൊരിന്ത്യയിലെ വിശ്വാസികൾ ഭൂരിഭാഗം ഫ്രീ അല്ലായിരുന്നു. They were slaves. They were not free men. അവര് സ്വതന്ത്രരാക്കപ്പെട്ടവരല്ല. മാത്രമല്ല, ഈ മേളത്തെ ആ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ജീവിതം വിറ്റ് തുളച്ചവരാണ്. അവരെ തേടിയെടുത്തവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്, നമുക്കോ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് തേജസ്സിന്റെ കർത്താവിനെ കാണാത്തത് കൃപയാൽ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. അവിടെ കൃപ അങ്ങ് ആരംഭിക്കുക. പക്ഷെ ഇന്ന് രാത്രിയിൽ ഞാൻ ആ ഭാഗത്തല്ല നിൽക്കുന്നത്. എല്ലാവരും ഈ ശുശ്രൂഷ കഴിയുന്നതിന് മുമ്പേ നമ്മുടെ കൃപകളൊന്ന് ജ്വലിപ്പിക്കണം. ചേർത്ത് വളരെ സീരിയസ് ആയിട്ട് പൗലോസ് പറഞ്ഞ ഒരു വാക്ക് പറയാം, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങൾ വ്യർത്ഥമാക്കരുത്. ഞാനൊരു ആമേൻ കേൾക്കട്ടെ. നിങ്ങൾക്കൊരു ദൈവകൃപ ദൈവം തന്നത്, ആ grace should not end up in vain. അത് ഒന്നും വ്യർത്ഥമാകരുത്. ജിൻസി ബ്രദറെ, കൃപ കിട്ടാൻ പാടുപെടണ്ട. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കൃപ നമ്മുടെ പ്രത്യേകതയല്ല, കൃപ തന്നവന്റെ പ്രത്യേകത. രാത്രി ആ കൃപയുടെ വലിയ വ്യാപാരം നമ്മുടെ നാടുകളിലേക്ക് കൃപാകരത്തിന്റെ വലിയ വ്യാപാരങ്ങൾ ഗുജറാത്തിൽ വിലപ്പെടുവാൻ. കൊരിന്ത്യർ 6:1 പൗലോസ് പറഞ്ഞു, നമുക്ക് ലഭിച്ച ദൈവകൃപ നമ്മള് വ്യർത്ഥമാക്കരുത്. ഇന്ന് രാത്രി ഞാൻ അതിനോട് ചേർന്ന് പറയാം, നമ്മളിലുള്ള കൃപകൾ വ്യർത്ഥമാകാതെ ഇരിക്കണമെങ്കിൽ
ഇന്ന് രാത്രി ആമേൻ വളരെ ലളിതവും നമ്മൾ എന്നും കേൾക്കുന്നതും നമ്മുടെ ദൈവദാസന്മാർ പ്രസംഗിക്കുന്നതുമായ ദൈവവചനത്തെ ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കാൻ പോവാം. ഇന്ന് രാത്രി പുതിയതൊന്നും കൊണ്ടുവന്ന് പറയുകയല്ല, എനിക്ക് ലഭിച്ച ദൈവകൃപ കണക്ക് കൊടുക്കണോ ഈ കൃപയ്ക്ക്? സ്വത്രം മക്കളെ, ആമേൻ 1000 പേരുടെ കരങ്ങൾ ചലിക്കാതെ ഇരിക്കുമ്പോൾ ആമേൻ ഈ 2 കീകൾക്കിടയിൽ, ഈ ബ്ലാക്ക് കീയുടെയും ഈ വൈറ്റ് കീയുടെ ഇടയിൽ കുറഞ്ഞത് 21 സ്വരങ്ങളുണ്ടെന്നാ പറയുന്നത്. ഇതിലൊന്നും എനിക്ക് കേട്ടാ അറിയത്തില്ല. അതിനകത്ത് ആമേൻ മേജറുണ്ട്, മൈനറുണ്ട്, പിന്നെ കൂടിപ്പോയി പഠിക്കുന്ന പിള്ളേർക്കൊക്കെ അറിയാം. ഒരു ബ്ലാക്ക് കീക്കും ഒരു വൈറ്റ് കീക്കും ഇടയ്ക്ക് 10-21 സ്വരങ്ങളാണ് ആമേൻ സംഗീതജ്ഞന്മാർ പറയുന്നത്. ഇത് കറുത്ത കീയാന്നും വെളുത്ത കീയാന്നും അതേ തൊട്ടാൽ സ്വത്രം ഞങ്ങളുടെ ഡിവൈൻ ടോയെ തൊടുന്ന പോലെ കീത് കേൾക്കുമെന്നല്ലാതെ എനിക്ക് വേറൊന്നും അറിയത്തില്ല. സ്വത്രം. എന്നാൽ ഈ 2 കീക്കകത്ത് ആമേൻ ഇത് തൊടുമ്പോൾ ഏത് സൗണ്ട് വരും മനോഹർ അല്ലേ? ബ്രദറിനറിയാം, ദൈവദാസനറിയാം. കാരണം മ്യൂസിക്കിന്റെ ഏതോ ഭാഗങ്ങളുണ്ട്. 7 വർഷം മ്യൂസിക് സ്കൂളിൽ പഠിച്ച ഒരുത്തനറിയാം ഏത് കീയെ തൊട്ടാൽ ഏത് സ്വരം വരുമെന്ന് അവന് നന്നായി അറിയാം. അനേക കരങ്ങൾ ചലിക്കാതെ ഇരിക്കുമ്പോൾ ദൈവജനത്തിന്റെ മുമ്പിൽ നിന്ന് ഈ കീബോർഡ് ഒന്ന് വായിക്കുമ്പോൾ അതിലൂടെ ദൈവകൃപ വ്യാപരിക്കുന്നത് ഒരു സാധാരണ കാര്യമല്ല, ഇതൊരു കൃപയാണ്. ചെറിയ കാര്യത്തിന് ഒക്കെ ഒരു കൃപ തന്നതിനാൽ സ്വത്രം പറ. ഞാൻ ആരെയും വിഷമിപ്പിക്കും തരതരത് തിരിച്ചു പിടിക്കണത്തില്ല. ആമേൻ. NRIക്കാരുടെ മക്കളും പലരും ദൈവകൃപ വിട്ട് ബാംഗ്ലൂരിലും പഠിക്കാൻ പോകുമ്പോൾ ഇവിടെ ആരെയും ആർക്കും വിഷമം തോന്നല്ലേ? ഇതിനകത്ത് അങ്ങനെ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ യോഗത്തെ തിരിച്ചു പിടിക്കും. ഞാൻ ഗ്രോണപ്പ് പിള്ളേരുടെ അപ്പനാണ്. സ്വതന്ത്രം. ആമേൻ. 10, 17, 18 വയസ്സുള്ളപ്പോൾ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ബാംഗ്ലൂരും ഒക്കെ പോയി പഠിച്ച പിള്ളേരുടെ അപ്പനാണ്. സ്വതന്ത്രം. അവിടൊക്കെ പോയി പഠിക്കുന്ന സമയത്ത് അവര് കൈവിട്ടു പോകാതെ, ഞാൻ ഇന്ന് തോമച്ചാരോട് പറഞ്ഞു, നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം മക്കൾ ഓടിക്കുന്ന കാറിന്റെ ബ്രാൻഡ്. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു. ഈ കുഞ്ഞു വളർന്നു വരുന്ന സെലിബാസ്റ്റർ കുഞ്ഞു വളർന്നു വരുന്ന പേടിയാ. എനിക്കതൊക്കെ വലിയ പിള്ളേരുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ കുഞ്ഞു വളർന്നു വരുന്ന വേൾഡ് വല്ലാത്ത വേൾഡാണ്, വല്ലാത്ത ലോകം. കൃപയെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി കൈവിട്ടു പോകാതെ ഇന്നു വരെ നമ്മുടെ തലമുറകളെ ദൈവം നിർത്തിയെങ്കിൽ നമ്മുടെ സ്വത്വത്തിന് കുറവുണ്ടാകരുത്. ഭൗതികമെല്ലാം മാറ്റിവെക്ക. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മേലും കൃപയുടെ ഒരളവുണ്ട്. സ്വതന്ത്ര 28 കൊല്ലം ഒരു കമ്പനി പിടിച്ചു നിന്നു, 25 വർഷം ഇവിടുന്ന് തകരാതെ നിന്നു. ഏതെങ്കിലും ഒരു കൃപ കർത്താവ് തന്നതുകൊണ്ട്. ഈ കൃപ വളരെ വേഗത്തിൽ, പക്ഷെ കൃപ നിലനിർത്തണം. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, യോഗത്തിനിരിക്കുമ്പോൾ ആമേൻ സന്തോഷക്കുറവ് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടായോ? സ്വത്രം പക്ഷേ ആമേൻ എന്ന് കരുതുന്ന ഒരു ചിന്തയുണ്ടായോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്ന് പകരം മുഴുവൻ ഞാൻ ഈ വചനത്തിന് ചുറ്റും ഞാൻ ഈ 4 ദിവസം 6-7 പ്രസംഗം ഞാനിവിടെ നടത്തുക. ഇതിനകത്തെല്ലാം അകത്തെ മനുഷ്യൻ പറയാൻ വേണ്ടി ഞാൻ ഓരോ ദിവസം വരുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് വേറൊരു വഴിക്കോടെ നടത്തുക. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിനെ നടത്തുന്നത് നമ്മുടെ മേലുള്ള കൃപകളാണ്. കൃപ തീർന്നു പോയിട്ടില്ലാത്ത കൃപ തീർന്നു പോയി. ഇതുവരെയില്ലാത്ത ഒരു കൃപയുടെ വ്യാപാരം ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് കൈമാറാൻ പോകുകയാണ്. നിങ്ങളൊന്നും ഓർമ്മക്കുറവ് നോക്കരുത്. ഇന്ന് രാത്രി ശരീരത്തിന്റെ കേട് നോക്കരുത്. ജീവൻ പ്രായം പോലും നോക്കരുത്. ഇന്നുവരെയില്ലാത്ത
ചില കൃപയുടെ ചില കൃപയുടെ വ്യാപാരം. ഒരുപാട് പേര് ഈ ദൂത് ഏറ്റെടുക്കുന്നത് ഞാൻ ആത്മാവിൽ അറിയുന്നത്. നമ്മുടെ ലെഗസി മേളിൽ ചെല്ലുമ്പോ സ്വത്രം എത്ര പ്രാവശ്യം റെസ്റ്റോറന്റിൽ പോയി എന്നല്ല, തേപ്പൂട്ടിലെ ആദ്യത്തെ സീറ്റിൽ കയറിയിരുന്നൊന്നുമല്ല. നമ്മുടെ ലെഗസി ആമേൻ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യാം കഴിഞ്ഞെന്നുള്ളതാണ് നമ്മുടെ ലെഗസി. ധൈര്യത്തോടെ നിന്നോ. ഇന്ന് രാത്രിയിൽ അതിനു വേണ്ടിയുള്ള ഒരു വ്യാപാര ശക്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. കൃപയുടെ അനവർ ലെവലിലേക്ക് മകളെ ദൂരം ഏറ്റെടുത്തോണ്ടില്ല. നമ്മുടെ ഒരു ലെഗസി ഇവിടെ നിൽക്കുന്ന നമ്മളെ ഒരാളെ പോലും ഒരു 25 വർഷം കഴിഞ്ഞാൽ ഒരുത്തനും ഓർക്കുന്നു. ഫ്യൂണറലിനൊക്കെ വലിയ വാക്കൊക്കെ പറയുമല്ലോ, അച്ഛൻ ആരായിരുന്നു. എടാ ഒരു 10 വർഷം കഴിയുമ്പോ ഒരുത്തനും അതൊന്നും നമ്മള് വഴി വീശിക്കാരാണ്. നമുക്ക് ഈ വഴിയപ്പോഴേ കെ എബ്രാഹിമിനെയൊക്കെ നമുക്കറിയാം. പക്ഷെ ഇന്നത്തെ പിള്ളേരുടെ ചോദിച്ച് ഇത്രയേ ഉള്ളൂ. നമ്മളെയൊക്കെ ഈ ലോകം അറിയുന്ന വേറിയാൽ 2 തലമുറ, അത് കഴിഞ്ഞ് ആരും ഓർക്കത്തില്ല. പക്ഷെ മേടിച്ചെന്ന് നിൽക്കുമ്പോ ആർക്കും കീറിക്കളയാതെ പുറത്തു തട്ടിക്കൊണ്ട് പറയണം, മറ്റാർക്കും കിട്ടാത്ത നീ ചിന്തിക്കുന്നതല്ല ഒരു കർത്തൃദാസന്റെ. That's not a small thing. ഞാനൊരു ഭാഷയുടെ മകനും ഞാൻ പറയാം, to be a pastor. That's a great thing. സഭയ്ക്ക് വേണ്ടി നിൽക്കാൻ കർത്താവ് വലിയ കൃപയാണ്. അനേകം മദർമാര് ഈ കൃപയെ പുറങ്കാലം കൊണ്ട് തട്ടുമ്പോ വേദനകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഈ നിൽക്കുന്ന കൃപയിലേക്ക് രാത്രി അത് ചെറിയ കാര്യമല്ല. ഈ കൃപയ്ക്കകത്തൊരു പ്രത്യേകത, ഈ കൃപയ്ക്കകത്ത് ഭയങ്കര ദൈവശക്തിയുടെ ഒരു പാക്കേജ്. രാത്രി ചില ശരീരങ്ങളുടെ മേലെ അത് ഇറങ്ങണം. കൃപയ്ക്കകത്ത് ഒരു വലിയ പാക്കേജ് പൗലോസ് ഒരിക്കൽ പറഞ്ഞൊരു വാക്കുണ്ട്, വെളിപ്പാടുകളെ ആധിക്യ നിമിത്തം. താൻ പറഞ്ഞു മറ്റെല്ലാ അപ്പോസ്തലന്മാരെക്കാളും എനിക്ക് അധ്വാനിക്കാൻ കഴിഞ്ഞു. അത് ഞാനല്ല, എന്നോടുള്ള ദൈവത്തിന്റെ കൃപ. വല്ലതും കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ കൃപ. പക്ഷെ പൗലോസിന് മെസ്സേജ് മനസ്സിലായി. എന്തുകൊണ്ടാ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ചില വൈകുന്നേ? ചിലപ്പോ ഞാൻ അറിയാതെ വെളിപ്പാട് ചില കൂടുതൽ കിട്ടിയോണ്ട് ലോകത്തിൽ വന്നിരിക്കുമ്പോ പത്രോസിനെ ഹയർ ലെവലിലാണ് ഒരു ഭാഗം അല്ലേ ഉണ്ടായോന്ന് എനിക്ക് അറിയത്തില്ല. താനത് ഡിസേൺ ചെയ്തു. അമ്മേൻ പൗലോസും പത്രോസും കൂടി ഇരിക്കുമ്പോ മുമ്പേ ഇറങ്ങിയതാണെങ്കിലും വെളിപ്പാട് ഇച്ചിരി കൂടുതല് എനിക്കാണെന്നൊരു ചിന്ത വന്നപ്പോ പറഞ്ഞു, ഒന്ന് ജഡത്തിലെ ശൂലം. എന്താ പ്രശ്നം എന്ന് അറിയത്തില്ല. ചെല്ലു പറയുന്ന മലേറിയ എന്ന് പറയുന്നു, ചെല്ലു പറയുന്നു
കണ്ണ് കാണാൻ വയ്യാത്തവർ. എന്റെ ഒരു നിഗമനം പറഞ്ഞ് ഫസ്റ്റ് ലേഖനം എഴുതിയ കിഴത്തിലേഖനം തെസ്സലോനിക്കയിലൊക്കെ പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. കിഴത്തിലേഖനം ഒന്ന് വിളിച്ചതാ. ഈ ഗലാത്യലേഖനത്തിൽ പൗലോസ് എഴുതുകയാണ്, ഞാൻ ഇത്ര വലിയ അക്ഷരത്തിൽ നിങ്ങൾക്ക്, അപ്പൊ എനിക്ക് തോന്നി കണ്ണിടിച്ചത് ഉണ്ടെങ്കിൽ വലിയ അക്ഷരമൊക്കെ ഉണ്ട്. അതിന്റെ പേര് എനിക്ക് ഡോക്ടറേറ്റ് തരാൻ കണ്ണ പറ്റി കാണും. കാരണം ഒറ്റ ആട്ടിയായിരുന്നു ഡെമസ്കോസിന്റെ സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചം അകത്തോട്ട് കയറി. പക്ഷെ ആ ജഡത്തിലെ ശൂലം 3 വട്ടം പ്രാർത്ഥിച്ചിട്ടും അറിയില്ല. പക്ഷെ അടുത്ത വാക്ക് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അതവൻ ഇരിക്കട്ടെ. ഓർമ്മക്കുറവ് ഇരിക്കട്ടെ. സ്വന്തം ഇച്ചിരി ഡയബറ്റീസിന്റെ പ്രശ്നം അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഈ ഡയബറ്റീസിന്റെ പ്രശ്നത്തെ അതിജീവിക്കാൻ കഴിയുന്ന ഇന്നിങ്ങനെ വിഷമം ചോദിക്കുന്ന എല്ലാത്തിനും മറുപടി കിട്ടാതെ, പിള്ളേരുടെ കാര്യത്തിലും വിഷമിച്ച്, ജോലി കാര്യത്തിലും വിഷമിച്ച് ഇന്ന് രാത്രി ഇരിക്കുന്നവരോട് പറയുന്നു, നീ അധികം വിഷമിക്കണ്ട, അവനെ അതിജീവിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്റെ കൃപ മതി. അടുത്തത് എന്റെ ശക്തി. അവരെന്ന് തുറന്നു പറ, എന്റെ ശക്തി, എന്റെ എന്ന് പറഞ്ഞാൽ എന്റെ ബലഹീനത, ശാരീരിക ബലഹീനത എല്ലോ അല്ല, വെളിപ്പാടിന്റെ ബലഹീനത അല്ലല്ലോ. കാരണം 3 വട്ടം പ്രാർത്ഥിച്ചത് വെളിപ്പാട് കിട്ടാന്നല്ല, രോഗം മാറാണ്. പക്ഷെ എന്റെ ശരീരത്തിന്റെ ബലഹീനതയെ കവർ ചെയ്ത് എന്നെ പെർഫെക്റ്റ് ആക്കാൻ ഇവിടുത്തെ ഏത് മെഡിസിനും നമ്മളെ പെർഫെക്റ്റ് ആക്കാൻ കഴിയുന്നേ. ഇവിടുത്തെ ഏത് ഇംഗ്ലീഷ് മെഡിസിനാ സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത ഇവിടുത്തെ ഉണ്ടെന്ന് അവര് തന്നെ കെമിക്കൽ കമ്പനിക്കാരൻ തന്നെ പറയുന്നു എന്നെ പെർഫെക്റ്റ് ചെയ്യാൻ. രാത്രിയിൽ എല്ലാ ബലഹീനതകളും അവരെ പെർഫെക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കൃപയുടെ വ്യാപാരമാണ്. അതിജീവിക്കാൻ കഴിയുന്ന ഇന്ന് രാത്രി ആ കൃപ മതിയൊന്ന് കൊതികളോടൊക്കെ ഒന്ന് കർത്താവിനോട് മറ്റൊന്നും വേണ്ട. നിന്റെ കൃപ മതിയല്ലാതെ ഈ മരുഭൂമിയിൽ പിടിച്ചു നിൽക്കാൻ, ഈ മരുഭൂമിയിൽ മുന്നോട്ട് നടത്താൻ, ഈ മരുഭൂമിയുടെ നിങ്ങൾക്കറിയാവുന്ന തന്നെ ഞാൻ പറയാം, കൃപ ചോർന്നു പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ പ്രയർ ഞാൻ 7 കാര്യം നമ്മുടെ പേഴ്സണൽ പ്രയർ പവർഫുൾ ആയിരിക്കും. കുടുംബ പ്രാർത്ഥന കുറെ എഴുതുന്നത്, കുടുംബ പ്രാർത്ഥനയുടെ യാഗപീഠം എനിക്കറിയാം. ഇവിടെ പല സമയത്ത് ഡ്യൂട്ടിക്ക് പോകുന്നവര്, വീഡിയോയിലേക്ക് പോകുന്നവര്, ഞാനത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടു. യുവർ പേഴ്സണൽ പ്രയർ, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന കുറഞ്ഞു പോയാൽ കൃപ ചോർന്നുകൊണ്ടേയിരിക്കും. ആമേൻ. കൃപ ചോരുന്നതാ. രാത്രി ദൂതൊന്ന് ശ്രദ്ധിച്ചോണം, കൃപ ചോരരുത്. വ്യക്തിപരമായ പ്രാർത്ഥന മക്കളെ, യുവൻ പീപ്പിൾ മക്കളെ, ആമേൻ. നിങ്ങൾ ഒത്തിരി വലിയ പിള്ളേരെല്ലാത്തോണ്ട് ഞാൻ പറയാം, please spend 15 minutes in your personal prayer every day. മുതിർന്നവരോടല്ല ഞാൻ പറഞ്ഞ 15 മിനിറ്റ്. എനിക്ക് കർത്താവ് തന്ന കൃപയിൽ പറയാം, മിനിമം 1 hour. പക്ഷെ വല്ല വാക്യമുണ്ടോ? ഉണ്ടെന്നേ. ഗെത്സമന തോട്ടത്തിൽ കർത്താവ് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ഉണർന്ന് 1 നാഴിക. 1 hour എന്നാ സിമ്പിൾ ട്രാൻസ്ലേഷൻ.
1 മണിക്കൂർ നമ്മളെ ശരണേ സ്വോത്രം എല്ലാ കുറവുകളെയും അതിജീവിക്കും. പ്രാർത്ഥനയുടെ യാഗപീഠം. ഞാനിങ്ങനെ പറയുന്നതിനും ആമേൻ കുറയത്തില്ലല്ലോ. പ്രാർത്ഥന ഇതിനല്ലേ പരിശുദ്ധാത്മാവ് യുവാച പ്രാർത്ഥന വെച്ചേക്കുന്നത്. അല്ലാതെ യുവാച പ്രാർത്ഥന വെച്ചേക്കുന്നത് ആമേൻ എന്റെ ഭാഷയുടെ മാത്രമൊന്നും കാണിക്കാറില്ല. പേഴ്സണൽ പ്രയർ എവിടെയെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃപ ചോദിക്കും. സ്വത്രം 1 വർഷം 1 പ്രാവശ്യം ഒന്നും ഞാൻ പറയുന്നില്ല. മിനിമം 1 ദിവസം. ആമേൻ. ഇതൊന്നും ഒരു വാക്യമായിട്ടൊന്നും എടുക്കരുത്. കുറഞ്ഞത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്നും സാംസിൽ നിന്നും ന്യൂ ടെസ്റ്റ്മെന്റിൽ നിന്നും 1 അധ്യായം വീതം ഒന്ന് വായിക്കാൻ തുടങ്ങി. ജസ്റ്റ് ഓപ്പൺ യുവർ ബൈബിൾ. ആമേൻ. പ്രാർത്ഥനാ മുറിയിൽ ഒരു ചെറിയ ബൈബിളും കൂടെ മുതിർന്നവരോട് മാത്രം പ്രാർത്ഥനാ മുറിയിൽ ഒരു തുറന്ന വേദപുസ്തകമായിട്ട് നിൽക്കുക. ആത്മാവ് സംസാരിക്കും, വചനത്തിലൂടെ സംസാരിക്കും. നിങ്ങളുടെ കാര്യത്തിൽ ഒട്ടും കുറവ് കാണിക്കരുത്. സ്വത്രം. 3-ാമത്തേത് പറയാം, ആരാധിക്കുന്നതിൽ വിട്ടുവീഴ്ച കാണിക്കരുത്. ആമേൻ. 4-ാമത്തെ കാര്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. നമ്മുടെ സ്പിരിച്വൽ ഡിസിപ്ലിൻ, നമ്മുടെ ആത്മീക ഡിസിപ്ലിനിൽ ദൈവമക്കൾ വളരെ ശ്രദ്ധിച്ചോണം. സ്വത്രം. പൗലോസ് തിമോത്തിയോസിന് എഴുതുമ്പോൾ പറയുന്ന ഒരു കാര്യം, ആമേൻ, നീ ദൈവഭക്തിയിൽ അഭ്യസനം പ്രാപിക്കണം. Train yourself in godliness. സ്വത്രം. ആമേൻ. നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് അത്യാവശ്യം ട്രെയിനിങ് ആവശ്യമായിരിക്കുന്നവർ. നമ്മളൊരു പുതിയ ജോബിന് പോവല്ലോ. ഡു വി നീഡ് ട്രെയിനിങ്? ആമേൻ. നിങ്ങൾ എത്ര മിടുക്കനായാലും എത്ര മിടുക്കിയായാലും പുതിയൊരു ടെക്നോളജി വരുമ്പോൾ, പുതിയൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കതിനൊരു അഡ്വാൻസ്ഡ് ട്രെയിനിങ് ആവശ്യമാണ്. പുതിയ എക്യുപ്മെന്റ്സ് വരുന്ന സമയത്ത് നമ്മുടെ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വത്രം കുറയല്ലേ? ഒരു ആത്മീക സ്പിരിച്വൽ ഡിസിപ്ലിൻ ദൈവമക്കൾ വളരെ ശ്രദ്ധിച്ചോണം. ഇതൊക്കെ ദൈവദാസന്മാര് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള ട്രെയിൻ യുവേഴ്സെൽഫ്. നിങ്ങളെ തന്നെ ആമേൻ ദൈവഭക്തിയിൽ നിങ്ങൾ ട്രെയിൻ ചെയ്യണം. ഞാനൊരു 4-5 കാര്യങ്ങൾ വൈകുന്നേരം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് സ്പിരിച്വൽ ഡിസിപ്ലിനകത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവിൽ ഞാനും തന്നത്, ആരെങ്കിലും അത് പ്രയോജനപ്പെടുന്നുവെങ്കിൽ ആമേൻ അത് ശ്രദ്ധിച്ചോളൂ. 1-ാമത്തെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഡിസിപ്ലിൻ യുവർ മൈൻഡ്. നമ്മുടെ മനസ്സിനെ ഡിസിപ്ലിൻ ചെയ്യണം. സ്വത്രം. ഞാനിത് യങ് പീപ്പിളിന് വേണ്ടി മാത്രം പറയുന്നതല്ല. സ്വത്രം. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന സത്യമായതും ഘനമായതും നോബിളായതും മാത്രമേ ആമേൻ നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് കടത്തി വിടാം. ആമേൻ. കാരണം നമ്മുടെ മനസ്സിനെയാണ് പിശാച് തൊടുന്നത്. ഡിസിപ്ലിൻ അവർ മൈൻഡ്സ്, നമ്മുടെ തോട്ട് ലൈഫ്, അത് ഭയങ്കര പവർഫുൾ ആണ്. നമ്മുടെ തിങ്കിങ്ങിനകത്ത് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ സ്വത്രം, അനേക ശ്രേഷ്ഠരായ ദൈവദാസന്മാരുടെയും ദൈവകൃപ ചോർത്തിക്കളഞ്ഞത് അവരുടെ മനസ്സിനെ ഡിസിപ്ലിൻ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇതൊരു ഓപ്പൺ ഫോറം ആണെങ്കിൽ പോലും ഞാൻ പറയാം, ഞാൻ ശുശ്രൂഷയ്ക്ക് വരുന്ന സമയത്ത് എനിക്ക് ആമേൻ 3-4 ദൈവദാസന്മാര്, ലോക പ്രശസ്തരായ 2-3 ദൈവദാസന്മാരുടെ അന്ന് ഈ സ്പൂൾ സീരീസ് ആണ്. വലിയ കണ്ടിട്ടുണ്ടോ പഴയ സ്പൂൾ സീരീസ്? അതുകൊണ്ട് തരുമായിരുന്നു US. ഞാൻ അതിൽ ചിലരുടെ പേര് എനിക്കിപ്പോഴും ഉണ്ട്. ഒരാളുടെ പേര് ജിമ്മി സ്വാഗട്ട് എന്നാണ്. ജിമ്മി സ്വാഗട്ട് റീസെന്റ് മരിച്ചു. ഒരാളുടെ പേര് ജിം ബേക്കർ എന്നാണ്. ബിലിഗ്രാമിന്റെ ഒന്നുമല്ല. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ TV പ്രീച്ചേഴ്സ് ആണ് അവര്. ഞാനീ പറയുന്നത് 90s കഥയാണ്. ഇന്നത്തെ TV പ്രീച്ചറായ ആളുടെ കാര്യമല്ല, അന്നത്തെ TV പ്രീച്ചേഴ്സ്. അവര് ഞാൻ ആഗ്രഹിച്ചിരുന്നു, എന്തൊരു വെളിപ്പാടാണ് ദൂതുകളിലൂടെ വരുന്നത്. നിങ്ങൾക്കറിയാമോ, എൻ്റെ ഈ കാലഘട്ടത്തിൽ തന്നെ അവരുടെ പിന്നാലെ നടന്ന ആളുകൾ കണ്ടുപിടിച്ചവര് കൺഫസ് ചെയ്തു, we have sinned. ആമേൻ. ആ ഒരു കൺഫെഷൻ കൊണ്ട് 10,000-കണക്കിന് ആളുകൾ പിന്മാറ്റത്തിൽ പോയി. കാരണം എന്ന് പറയുന്ന മനസ്സിനെ ഡിസിപ്ലിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മുടെ തോട്ട് ലൈഫിലേക്ക് നമുക്ക് ആക്സസ് ഇല്ല. ഇന്നെവിടെ ഒറ്റ ക്ലിക്കിനകത്ത് നമുക്ക് ലോകം മുഴുവൻ ആക്സസ് ആണ്.
ലോകത്തിലെ മുഴുവനിടങ്ങളിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്ക് കടന്നുകയില്ല. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് മാത്രമേ ദൈവമക്കൾ അത് ഒരു സെക്കൻഡ് മുന്നിൽ വരും. നിങ്ങളുടെ ഫേസ്ബുക്കിനകത്തും നമ്മുടെ വാട്സാപ്പിനകത്തും നമ്മുടെ ടെലഗ്രാമിനകത്തും ഒക്കെ ഒരു സെക്കൻഡിലൂടെ മാറുമ്പോൾ ഒരു മിനിറ്റ് പോലും അവിടെ നിൽക്കരുത്. ഒറ്റ സെക്കൻഡ് നിൽക്കരുത്. ഇത് ഞാൻ പറയുന്നത് യങ് പീപ്പിളിന് വേണ്ടി മാത്രമല്ല, എന്റെ ഏജ് ഗ്രൂപ്പിലുള്ളവരോടും പറയാം. നമ്മുടെ മനസ്സിലേക്ക് കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ അറിയാം, സ്മാർട്ട് ഫോൺ വീട്ടിനകത്തുണ്ട്. തട്ടിവിടുന്ന സമയത്ത് എന്തെല്ലാം ഞാൻ അതിനൊന്നും അതിജീവിക്കുന്ന ആളാണെന്ന് പറയുന്നല്ലോ. ഈ പറയുന്ന എല്ലാ ആപ്ലിക്കേഷനുമുള്ള ഫോൺ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പഠിച്ച ഒരു കാര്യമുണ്ട്, ഇത് മനസ്സിലോട്ട് കയറ്റിവിടരുത്. ഒരു പിക്ചർ കഴിയുമ്പോൾ അത് തിരിച്ചു വിട്ടേക്കണം. അല്ലെങ്കിൽ സഭയ്ക്ക് മാത്രമല്ല കുടുംബത്തിന് തോൽവിയാ. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഓപ്പൺ ഫോറത്തിനകത്ത് വരുന്നില്ല. ഡിസിപ്ലിൻ അവർ മൈൻഡ്സ്. എത്ര നുണ വല്ലവരും വന്ന് പറഞ്ഞാലും അത് ആകത്തോട് കേറ്റരുത്. എസ്പെഷ്യലി ഞാൻ പറയാം, പിശാചിന്റെ നുണ വിശ്വസിക്കരുത്. ശത്രുവായവൻ നിന്നോട് വന്ന് പറയുക, ഇത്ര ആരാധിച്ചിട്ട് എന്താ ഗുണം? പിശാചെ എന്റെ പുറകിലെന്ന് പറയണം. ഇത്രയും നീ ഹല്ലേലൂയ പറഞ്ഞിട്ട് എന്താ ഗുണം? കർത്താവിന് വേണ്ടി നീ വരെ നിന്നിട്ട് എന്താ ഗുണം? പിശാചെ നിനക്കറിയത്തില്ല, ഒരു ദിവസം ജനത്തിന്റെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്താൻ ശക്തനായ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് സാധാരണ ക്ഷയമെടുക്കണം. രാത്രി പിശാചിന്റെ നുണകളുടെ മേൽ ആത്മാവിലൊന്ന് ജയമെടുക്കാൻ പോവാ. എല്ലാ ഡൗട്ടുകളെയും എല്ലാ ഫിയറിനെയും ഫെയ്ത്തിന് വഴിമാക്കണം. ഭയത്തോടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നാളുകളെ കുറിച്ച് ഭയത്തിന്റെ സ്ഥാനത്ത് പിശാച് പറഞ്ഞ നുണയെ മാറ്റിയിട്ട് അവിടെ ഫെയ്ത്ത് ഇൻഡ്യൂസ് ചെയ്യും. അവിടെ ഇൻജക്ട് ചെയ്ത് ഫെയ്ത്ത്. ഡോക്ടർ പറഞ്ഞത് മാറ്റിവെക്കാൻ അവനാണോ ഫൈനൽ വേർഡ് പറയണ്ടേ? ഓങ്കോളജിസ്റ്റ് ആണോ കാർഡിയോളജിസ്റ്റ് ആണോ? അല്ല. The final word belongs to the word of God. ഇതിനകത്ത് ഫെയ്ത്ത് മനസ്സിനകത്തോട് കയറ്റിവിടാൻ പരിശുദ്ധാത്മാവിനോട് പറയും, ഇന്ന് രാത്രി ആ സംഭവം ഇവിടെ അങ്ങനെ ഒരു വാക്യം കേട്ടു, നടക്കത്തില്ലെന്ന് ശത്രു പറഞ്ഞതിനെ കിട്ടത്തില്ലെന്ന്. യേശുവിന്റെ നാമത്തിൽ അത് കൽപ്പിക്കുക. എഴുതി തള്ളണമെന്ന് നിന്റെ മനസ്സ് ചിന്തിച്ച ചിലവരമേ ഇന്ന് രാത്രി തിരിച്ചു പിടിക്കുക. നമ്മൾ ഭയങ്കര നമ്മുടെ ഇന്റഗ്രിറ്റി കൃപ ചോർത്തി കളയുന്നതാണ്. നമ്മുടെ വിശ്വസ്തത കുറയരുത്. ഞാൻ ദൈവമക്കളോട് പറയാം, നമ്മുടെ ഫസ്റ്റ് ഇന്റഗ്രിറ്റി നമ്മുടെ കർത്താവിനോടാണ്. വേറെ 1000 പേരെ നമുക്ക് മറയ്ക്കാം, പക്ഷെ അഗ്നിജാലയ്ക്കൊത്ത be faithful to God. ദൈവത്തോട് ഞാൻ ഉൾപ്പെടെ ആരും 100% പെർഫെക്റ്റ് അല്ല. അത് ഞാൻ അടുത്ത ദിവസം we are not perfect. ദൈവം അത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഓരോ കൃപയുടെ അളവിലേക്ക് വർദ്ധിപ്പിക്കുമ്പോൾ ഞാൻ എന്റെ സ്വകാര്യ അനുഭവങ്ങൾ വിശദീകരിക്കുന്നില്ല. ഇതൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായി, ചിലപ്പോൾ കുറവുകൾ ഉണ്ടായേക്കാം. പക്ഷെ എനിക്ക് ഭയങ്കര ഹല്ലേലൂയയുണ്ട്, കുറവുകളോടെ സ്നേഹിക്കാൻ ഡാഡിക്കും ചിലപ്പോൾ കഴിയത്തില്ല. ഞാൻ മുതിർന്ന പിള്ളേരുടെ അപ്പനാണ്, കുറവുകളോട് സ്നേഹിക്കാൻ കഴിയത്തില്ല. ചില സമയത്ത് ചിന്തിക്കും, നീ പോയി അനുഭവിച്ചോടാന്ന് പറയും. പക്ഷെ കുറവുകളോട് സ്നേഹിക്കുന്ന ഒരാൾ നമ്മ കൃപയുടെ രാത്രി നമ്മുടെ വിശ്വസ്തത, നമ്മുടെ ദൈവസഭയോട് ഒരു ഫെയ്ത്ത്ഫുൾനെസ് ഉണ്ടാകും. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത ആരാ? നമുക്ക് 2 മക്കളെ ഉള്ളെങ്കിൽ അമ്മ തമ്മിൽ വഴക്കൂട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പിന്നാണോ 150 പേര് കൂടുന്ന സഭയ്ക്കകത്ത്? ബട്ട് ബി ലോയൽ ടു ദ ചർച്ച്. ഒരു സുപ്രഭാതി ഇവിടുന്ന് ചാടാനായിട്ട് പോവാ. ഞാൻ അതിനപ്പുറത്തോട്ട് പോകുന്നില്ല. മണി 9 ആകുന്നതുകൊണ്ട് എനിക്ക് അവിടെ കൊണ്ട് നിർത്തണമെന്ന് ആഗ്രഹിക്കാം. ഭയങ്കര ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. സജിത് പാസ്റ്റർക്ക് മണിയുടെ കാര്യത്തിൽ ഫെയ്ത്ത്ഫുൾനെസ് പറയാൻ ഇച്ചിരി പ്രയാസമല്ലയോ? കാരണം അടുത്ത വർഷം ഫേസ്ബുക്കിനകത്ത് വരെ സജിത് പാസ്റ്റർ ഭയങ്കര ദ്രവ്യാഗ്രഹിക്കുക. ഞാൻ പിരിവിന് വന്നതുമല്ല, പ്രോജക്റ്റ് പറയാൻ വന്നതുമല്ല.
പക്ഷെ ബി ഫെയ്ത്ത്ഫുൾ ഇൻ യുവർ ഫൈനാൻസസ്. ശ്രോത്രം ഇത്രയും കൂടെ പറയുമ്പോൾ വിഷമമൊന്നും തോന്നരുത്. നിങ്ങളുടെ ടൈത്ത് ആമേൻ വേറെ മിഷനല്ല. യുവർ ടൈത്ത് ബിലോങ്സ് ടു യുവർ ലോക്കൽ ചർച്ച്. ഇച്ചിവിടെ കഴിഞ്ഞിട്ട് തിയോളജി ഒന്നും പറയാൻ പറ്റുന്നത്. ഇരുന്നിയം തരാം. യുവർ ടൈത്ത് ബിലോങ്സ് ടു യുവർ ലോക്കൽ ചർച്ച്. അതുകൊണ്ട് ഞാൻ നിർത്തുക. ശ്രോത്രം, നിങ്ങളുടെ പാസ്റ്ററോട് നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ചർച്ച് ലീഡർഷിപ്പിനോട് നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കും. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് ആന്റിമാരോട് പറയാം, സ്വന്തം ബി ഫെയ്ത്ത്ഫുൾ ടു യുവർ ഫാമിലി. ഇങ്ങോട്ട് തിരിഞ്ഞ് ഞാൻ പറയാം, ബി ഫെയ്ത്ത്ഫുൾ ടു യുവർ ഫാമിലി, ബി ഫെയ്ത്ത്ഫുൾ ടു അവർ ചിൽഡ്രൻ. സ്വത്രം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഒരു കുഴപ്പമില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. എങ്കിലും പറയണം, നമ്മുടെ ഇന്റഗ്രിറ്റി ദൈവം നോക്കും. നമ്മുടെ വിശ്വസ്തത അവയെ നമ്മിൽ നിന്നും മുളച്ചു കഴിഞ്ഞാൽ അധികത്തിൽ ദൈവം നമ്മളെ വിചാരകനാക്കും. സ്വന്തം ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ നാക്കുകൊണ്ട് നമ്മുടെ സ്വന്തം കൃപ ചോർത്തിക്കളയട്ടെ. ഈ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ അതരം തുറന്ന് ആകാത്തതൊന്നും നിങ്ങള് സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും. പറയാനുണ്ട് ജിൻസി, എന്റെ മുഖത്ത് നോക്കി പറയണം. അതും പറയുമ്പോഴും സ്നേഹത്തിലെ സത്യം സംസാരിക്കാം. എത്രയോ ശ്രേഷ്ഠരായ, ഞാൻ പേരുദ്ധരിക്കുന്നില്ല, ഒരു പക്ഷേ കേരളം കണ്ട ഏറ്റവും മിടുക്കന്മാരായ ബൈബിൾ ടീച്ചേഴ്സ് ഗോസിപ്പുകൾ കൊണ്ട് ആമേൻ അവരുടെ ശുശ്രൂഷയുടെ കൃപ ചോർത്തിക്കളഞ്ഞു. എത്രയോ സമർത്ഥന്മാരായ എഴുത്തുകാർ ആമേൻ ദൂഷണവും ദുർഭാഷണവും കൊണ്ട് ആമേൻ കൃപ ചോർത്തിക്കളഞ്ഞു. ഇന്ന് രാത്രി ശുശ്രൂഷയോട് പറയാം, കൃപ ചോരല്ലേ, കൃപ ചോരല്ലേ. ഒരു വാക്ക് പറഞ്ഞൊന്ന് ആരാധിക്കാൻ പോകുകയാണ്. തിമോഥെയോസിനോട് പൗലോസ് പറയുകയാണ്, നിന്നിലുള്ള കൃപാവരം നീ ജ്വലിപ്പിക്കണം. നിന്നിലുള്ള കൃപാവരം, you have grace in you, but you need to afresh it, you need to rekindle it. ഇന്ന് രാത്രി നഷ്ടപ്പെട്ടു പോയ കൃപ വല്ലതും ഉണ്ടോ? ഇന്ന് രാത്രി ആത്മദാഹത്തിൽ ഇരുന്ന ചിലരുടെ മേൽ അത് വീണ്ടും പരിശുദ്ധാത്മാവ് കൈമാറാൻ ആഗ്രഹിക്കുക. ആ കൃപാവരം ഒന്ന് ജ്വലിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ നമുക്ക് 2 മിനിറ്റ് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഒന്ന് ഫ്രീ ആയിട്ട്, എനിക്കറിയാം within 2-3 minutes ഞാൻ നിർത്തുമേ. സ്വത്രം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് ഉൾപ്പെടെ പറയുകയാണ്, ആമേൻ നമുക്ക് തന്നിരിക്കുന്ന കൃപയുണ്ടല്ലോ. പൗലോസ് പറയുകയാണ്, we are the stewards of that grace. മൂന്നാമത്തെ steward എന്ന് പറഞ്ഞാൽ ആരാണ്? Steward എന്ന് പറഞ്ഞാൽ the simple meaning is one who manages, ആമേൻ, the household of someone else. മറ്റൊരാൾ, അവനല്ലേ കാര്യസ്ഥൻ, മറ്റൊരാൾ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നതിനെ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നവനാണ് steward. It's not my house, it is somebody else's house. It's not mine, പക്ഷേ അത് വേറെ. But you have to manage it successfully. So കർത്താവ് തന്ന കൃപയെ മാനേജ്, അത് തന്നത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കണം. താരം 1 ഉള്ളത് 5 ഉള്ളത്, we need to manage. അങ്ങനെ വരുമ്പോൾ ഈ ദിവസങ്ങളിൽ യജമാനം എന്നിട്ട് പറയും, നല്ലവനെ, വിശ്വസ്തനായ എന്റെ ദാസനെ എന്റെ സന്തോഷത്തിലൂടെ അല്ലാത്തവർക്ക് they will be thrown outside. കൃപ കൊടുത്തത് എക്സസൈസ് ചെയ്യാത്തവനെ യജമാനൻ ഏറ്റവും പുറത്തുള്ള ഈരട്ടിലേക്ക് അവിടെ കരച്ചിലും പല്ലുകടിയും. രാത്രി അവൻ ഇത് എനിക്കൊരു സന്തോഷിപ്പിക്കുന്ന ദൂതല്ലെന്ന് തോന്നിയാൽ നിങ്ങളത് ഗൗരവമായി എടുക്കും. കർത്താവിൽ ചിലരെ കൊണ്ട് വൻകാര്യങ്ങൾ ചെയ്യുക. ചിലരുടെ മേൽ നിങ്ങൾ അറിയാത്ത ചില കൃപ, ഞാൻ അടുത്തോട്ട് വന്ന് തല കൈവെക്കുന്നു, നിങ്ങൾ അറിയാത്ത ചില കൃപകൾ നിങ്ങളുടെ മേൽ ഇൻവെസ്റ്റ് ചെയ്യും. ആത്മാവ് അത് പുറത്തു കൊണ്ടുവരാൻ പോകും. ഈ ദിവസങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ആത്മശക്തിക്ക് വേണ്ടി കൊതിച്ചോണ്ട് 2 മിനിറ്റ് നമുക്ക് കാര്യം തട്ടി